അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ചെറുപ്പക്കാർക്ക് ഇപ്പോ രാഷ്ട്രീയത്തിലേ താല്പര്യമില്ല. അതിന് ഞാൻ എന്ത് വേണം? ഇനി അവരോട് തന്നെ വീണ്ടും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമേ താല്പര്യമില്ല, കുറച്ച് മാറി നിൽക്കുമോ എന്ന് പേടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ചെറുപ്പക്കാർക്ക് BJP എന്ന് പറയുമ്പോൾ ഒരു പേടി വരാനുള്ള ഒരു കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. സത്യത്തില് ചെറുപ്പക്കാർ BJPയിലേക്ക് കൂടുതൽ വരുന്നുണ്ടോ നമ്മുടെ യാഥാർത്ഥ്യം ആണോ? പിന്നെ ഇഷ്ടം പോലെ നമുക്കുള്ളത്രയും യങ് ലീഡേഴ്സ് നാഷൻ വൈഡ് ആയാലും കേരളത്തിലായാലും ചെറുപ്പക്കാര് ചിന്തിക്കുന്നവർക്ക് BJP അല്ല നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ? അതും ശരിയാ. നിങ്ങൾക്ക് ആശങ്ക ആരെ പറ്റിയാണ്? നിങ്ങൾക്ക് നാടിനെ പറ്റിയാണ് ആശങ്കയെങ്കിൽ BJP അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ പോരെ, അതല്ലേ ഓപ്ഷൻ? എടാ മണ്ട, എന്തോ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആകണം എന്നാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. പിന്നെ നാണക്കെടുത്തി. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ടോയ്ലറ്റുകൾ ഇല്ലാത്ത കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം വെറുതെ ചിരിപ്പിക്കരുത്. അതുപോലെ പെൺകുട്ടികളെ ഭ്രൂണഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചരിത്രം മാത്രമല്ല, കുറച്ച് പുരാണം കൂടി പഠിക്കുന്നത് നല്ലതാ ജേർണലിസ്റ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിനെ സംബന്ധിച്ച് ബാധിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യം പോലെ മാറി നിന്നിരുന്ന ഒരു സംസ്ഥാനമല്ലായിരുന്നോ കേരളം? അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയല്ലേ? അതെന്തോ കേരളത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ആരാ പറഞ്ഞത്? നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ പെൺഭ്രൂണഹത്യ ഇഷ്ടം പോലെ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. പശുക്കളെ ദൈവങ്ങളായി കാണാനും അതുപോലെ ഗോമൂത്രം കുടിക്കുന്നവരും ഒക്കെയുള്ള വിഷ്വൽസ് ഇപ്പോഴും കാണുന്നു. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? എന്റെ വിശ്വാസം വീണയ്ക്ക് തടസ്സമുണ്ടോ? എന്റെ വിശ്വാസം സമൂഹത്തിന് ഹാനികരമല്ല എങ്കിൽ എന്തിനാണ് നിങ്ങളതിൽ പറയുക? പശു നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരുന്നു എന്നുണ്ടെങ്കിൽ പശുവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ അത്തരത്തിൽ ഇത്ര അന്ധമായ കാര്യങ്ങളിലേക്ക് ഗോമൂത്രം കുടിക്കുന്നു. താൻ അല്പമെങ്കിലും സ്വല്പമെങ്കിലും ബുദ്ധിയുള്ളവരുത്തനാണെന്നുണ്ടെങ്കിൽ സയന്റിഫിക്കലി ഗോമൂത്രം നമ്മുടെ ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്ന ഒരു ഘടകം. ചാണകം ഭാരതത്തിൽ ശുദ്ധിയുടെ പര്യായമായി കണ്ടിരുന്ന സാധനമാണ്. നമ്മുടെയൊക്കെ കിടക്കാൻ മലയാളികൾ നിലം മെഴുകിയിരുന്ന ചാണകത്തിൽ കൂടിയായിരുന്നില്ലേ? പറയാൻ നിങ്ങൾക്ക് എന്നാണ് ഇതിനോടൊക്കെ പുച്ഛം തോന്നിയെന്നുള്ളതാണ് ബേസിക് ചോദ്യം. അത് പിന്നെ ഇതൊന്നുമല്ല, ശുദ്ധ ഭോഗതരം തന്നെ. നിങ്ങൾ ഈ BJPയെ RSSനെ എതിർക്കാൻ നിങ്ങൾ എതിർക്കുന്നത് ഈ നാടിനെ എതിർക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം. നിങ്ങൾ BJPയെ പൊളിറ്റിക്കലി എതിർത്തോളൂ. എന്തിനാണ് ഈ നാടിനെ എതിർക്കുന്നത്? ഈ നാടിന്റെ കരുത്താണ് ഇതൊക്കെ. ഈ ചാണകം എന്നുള്ളത് ഇന്ത്യക്കാർക്ക് മോശം സാധനമായിരുന്നില്ല. ഇന്ത്യയുടെ മുമ്പ് ഞാൻ പറഞ്ഞ നിലം മെഴുകി അതിൽ കിടന്നുറങ്ങിയവരാണ് ഇന്ത്യക്കാർ. അങ്ങനെ ചെയ്ത വളർന്നു വന്ന ഒരു തലമുറയുടെ പിന്മക്കളാണ് നമ്മൾ. വന്ന വഴി മറക്കരുത് അല്ലെ? നമ്മൾക്കിപ്പോ സോക്കോൾഡ് പുരോഗമനവാദം വന്നപ്പോൾ നിങ്ങൾ ഡിനേ ചെയ്തോളൂ, നിഷേധിച്ചോളൂ. പക്ഷേ ഉച്ചയ്ക്ക് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.